ഹായ് ആൾ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയാണ്. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് കടല ഓൾറെഡി ഇന്നലെ കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇനി ഇതായി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യുക. പിന്നെ ദോശയ്ക്ക് അരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പാറുക്കുട്ടി എണീറ്റ് അങ്ങനെ പിന്നെ ഞാൻ അവളെടുത്ത് വന്ന് അവളെയൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലായുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അരിയിലേക്ക് കുറച്ച് തേങ്ങ, ചോറ്, ഉപ്പ് ഇത്രയും കൂടിയിട്ടാട്ടോ അരച്ചെടുത്തത്. എനിക്ക് ഉഴുന്ന ദോശനെക്കാട്ടും ഒന്നും കൂടി ഇഷ്ടം ഈ ദോശയാണ്. എന്നാൽ ഉഴുന്ന ദോശ കഴിക്കുകയെന്ന് വെച്ചാൽ ഉഴുന്ന ദോശ കഴിക്കും കേട്ടോ, പക്ഷേ അതിനൊരു പുളിയല്ലേ. അപ്പം അങ്ങനത്തെ പക്ഷെ മസാല ദോശക്കാണെങ്കിൽ കഴിക്കും, അല്ല നോർമൽ ദോശയും കഴിക്കും. എന്നാൽ ഒന്നും കൂടി ഇഷ്ടം ഇതാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് മാവൊക്കെ സെറ്റാക്കി ദോശ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അപ്പുറത്ത് കടലക്കറി ആവുന്നുണ്ട്. കടലക്കറി ആയി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ബാക്കിയെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാറുക്കുട്ടി വീണ്ടും വന്നു. പിന്നെ ഞാൻ അവളെ എടുത്ത് വീണ്ടും കുറച്ച് നേരം ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ടൊക്കെ പാടി അവളെ ഒന്ന് കൂൾ ഡൗൺ ആക്കി കേട്ടോ. നമുക്ക് ഒന്നാമത് വിശക്കുന്നുണ്ട്, അപ്പോൾ ഫുഡൊക്കെ ഇപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ശരിയാക്കി അവിടെ കൊണ്ടുപോയി ഇരുത്തിട്ടോ. കാശിമോൻ എണീച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുഴപ്പമില്ല, അവൾ കാശിൻ്റെ പുറകെ ഇങ്ങനെ നടന്നോളും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകിട്ട് ഉള്ളി ഇട്ട് പിന്നെ ബാക്കി മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടെ മസാലകൾ ആഡ് ചെയ്തൊന്ന് ചൂടാക്കിയിട്ട് കടലക്കറിയും അതിൻ്റെ അകത്തേക്ക് ഇട്ടു കേട്ടോ, ഒന്ന് തിളപ്പിച്ചെടുത്തു. എനിക്കിങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാട്ടോ ഇഷ്ടം. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് പാലും വെള്ളം കൂടെ വെച്ചു. ഇവിടുത്തെ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻസ് വെള്ളം വെക്കുമ്പം തന്നെ പൊടി ഇടണം. നമ്മളെ നാട്ടിലത്തെ പോലെ തിളയ്ക്കുമ്പം പൊടിയിട്ടാൽ അതിൻ്റെ ആ ഒരു കടുപ്പം കിട്ടില്ല. അപ്പം ഇങ്ങനെ ഇത് വെക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ പൊടിയും കൂടി ഇട്ടിട്ടായിട്ട് വെക്കുക. പിന്നെ പാറുക്കുട്ടിക്ക് ദോശ കൊടുത്തു. അവൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ഓടിപ്പോയി ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് വന്ന് വെള്ളം കുടിച്ച് പിന്നെ ഇന്ന് തലയിൽ എണ്ണ ഇടണം, തല നനയ്ക്കേണ്ട ദിവസമാണ്. അപ്പോൾ എണ്ണയൊക്കെ ഇട്ടിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. എനിക്ക് 9:30 ആകുമ്പോൾ ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ പരിപാടികളും ചെറുതായിട്ടൊന്ന് തീർക്കണം. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ജ്യൂസ് അടിച്ച് വെക്കുകയാണെങ്കിൽ ഇവർ ഇടനേരത്ത് വന്ന് കുടിച്ചോളും. കാശി എടുത്ത് മൂക്കും കൊടുക്കും, അവനും കുടിക്കും, എനിക്കും തരും കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ ജ്യൂസ് അടിച്ച് വെക്കുകയാണ്. പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഓൾറെഡി ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഉച്ചത്തേക്കുള്ള ക്വാണ്ടിറ്റിയും കൂടെ നോക്കിയിട്ടാട്ടോ ഉണ്ടാക്കി വെക്കാറ്. പിന്നെ ഉച്ചയ്ക്ക് അതൊന്ന് ചൂടാക്കി വേണ്ടു, അങ്ങനെയാണ് കഴിക്കാറ്. അങ്ങനെ മാങ്ങ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞാൻ കിച്ചണൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ.